ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി പെപ്പർ ചിക്കൻ ആണ്. ഇത് നമ്മൾക്ക് ഗ്രേവി ആയിട്ടോ ഡ്രൈ ആയിട്ടോ അതല്ലെങ്കിൽ റോസ്റ്റ് ആയിട്ടോ ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. അതിനായി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനായി പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 4 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 10 കഷ്ണം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇതല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. അതിനുശേഷം 3 സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, ഒപ്പം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ടു വന്നതിന് ശേഷം അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനിയും തക്കാളിക്ക് പകരം 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്താലും മതി. ഇവ നന്നായി വഴണ്ടു വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചെറിയ തരികളോട് കൂടിയ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് പച്ചമണം പോകുന്നതുവരെ വഴറ്റിയെടുക്കുക. വഴണ്ടു വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് മൊത്തത്തിൽ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് മൂടി വെച്ച് 15 തൊട്ട് 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം മൂടി തുറന്ന് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തരിയോട് കൂടിയ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കുക. ഞാനിവിടെ അല്പം റോസ്റ്റ് പരുവത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തുറന്നു വെച്ച് മീഡിയം ഫ്ലെയിമിൽ എല്ലാം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് വീഡിയോസ് വാച്ച് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.